ശ്രീ യുവരാജ് ഗോകുൽ, രാജ്യസഭയിൽ ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി മേലിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. നിയമമാകാൻ ഇനി ഏതാനും കടമ്പകൾ മാത്രമേ ബാക്കിയുള്ളൂ. ചർച്ച പൂർത്തിയായി കഴിയുകയാണെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടും. എന്തായാലും എത്രത്തോളം ശുഭപ്രതീക്ഷകളാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വഖഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ ഉണ്ടാകുന്നത്? ഇത് സംഘപരിവാർ അജണ്ട എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാനും സാധിക്കും? അല്ല രോഹിണി, ഇതിനകത്ത് സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാരത്തിന് ഒരു അജണ്ടയേ ഉള്ളൂ. രാജ്യത്ത് നീതിയും ന്യായവും ധർമ്മവും നടപ്പിലാകണം എന്നുള്ളതാണ് സംഘപരിവാർ അജണ്ട. ആ അജണ്ട തീർച്ചയായിട്ടും ഞങ്ങൾ നമ്മുടെ അധികാരമുള്ള കേന്ദ്രങ്ങളിലൂടെ നിയമനിർമ്മാണങ്ങളിലൂടെ തീർച്ചയായിട്ടും നടത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. അതിനെ ഇപ്പോൾ മറികടന്ന് നമ്മൾ പോകേണ്ട കാര്യമില്ല. സംഘപരിവാർ അജണ്ട തന്നെയാണ് രാജ്യത്ത് സമത്വം ഉണ്ടാവുക, നീതി ഉണ്ടാവുക, ന്യായം ഉണ്ടാവുക, ധർമ്മം നടപ്പിലാവുക എന്നുള്ളത് നടപ്പിലാവുക തന്നെ ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബില്ല് ഇപ്പോൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ലോക്സഭ ചർച്ച ചെയ്തു, ലോക്സഭ പാസ്സാകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ അതേ രാജ്യസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആ ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ച് വിട്ട് മറ്റ് പല വഴിക്കും പോകാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ശ്രമമുണ്ട്. അവർ സിനിമാ കഥകൾ വരെ അകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം, രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സംസാരിക്കാൻ തയ്യാറാകാത്തത് എന്നാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വരുന്നതിനിടയ്ക്ക് ഇനിയിപ്പോൾ രാജ്യസഭയിൽ സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല. പ്രിയങ്ക ഗാന്ധിയെ വോട്ട് ചെയ്യാൻ പോലും കണ്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്താണ് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്നുള്ള നിലയിൽ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഹിന്ദു സംഘടനകളാകട്ടെ, ഹിന്ദു വിഭാഗമാകട്ടെ, അതുപോലെ തന്നെ KCBC ഒന്നടങ്കം ക്രിസ്ത്യൻ അസോസിയേഷൻസും അവർ ഉൾപ്പെടെ സംഘടനകളും ഔദ്യോഗികമായിട്ട് തന്നെ ഒരു നിലപാട് കൃത്യമായിട്ടും കേരളത്തിലുള്ള 20 MP-മാരും എടുക്കണം എന്ന് 20 MP-മാരോടും ആവശ്യപ്പെട്ടിട്ടും അതിനകത്തുള്ള 19 MP-മാരും ആ ആവശ്യത്തിന് തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ജയിച്ച് അവിടെ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം പൊതുജനത്തിനോട് പറയുവാൻ വേണ്ടിയിട്ട് ഈ 19 MP-മാരും ബാധ്യസ്ഥരാണ്. നിങ്ങൾ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും, നിങ്ങളുടെ മണ്ഡലത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും റെപ്രസെന്റ് ചെയ്താണ് അവിടെ പോയി ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിലെ നിങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. കേരളത്തിലെ ഇത്രയധികം സാമുദായിക സംഘടനകൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം ഇരകൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാവാതെ നിങ്ങൾ വേട്ടക്കാർക്കൊപ്പം മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. മുത്തലാഖ് വിഷയത്തിൽ നിങ്ങൾ ഇരയ്ക്കൊപ്പമായിരുന്നോ വേട്ടക്കാരനൊപ്പമായിരുന്നോ? നിങ്ങൾ വേട്ടക്കാരനൊപ്പമായിരുന്നു. ഇത്തരത്തിലുള്ള എന്ത് വിഷയം എടുത്ത് മുമ്പിലോട്ട് വെച്ചിരുന്നാലും ശരി തന്നെയാണ്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന സ്ത്രീകൾക്കുൾപ്പെടെയുള്ള ആൾക്കാർക്ക്, മുസ്ലിം സ്ത്രീകൾക്കുൾപ്പെടെയുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ കുറച്ചു നേരത്തെ വസന്ത തെങ്ങുംപള്ളി മുസ്ലിം സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ചിട്ടൊക്കെ വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു. വഖഫ് ബോർഡിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. യൂണിഫോം സിവിൽ കോഡിൽ എന്താണ് സാറേ നിങ്ങളുടെ നിലപാട്? ഒന്ന് വ്യക്തമാക്കാമോ? യൂണിഫോം സിവിൽ കോഡിലെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന്? മുസ്ലിം സ്ത്രീകൾക്ക് കൃത്യമായിട്ട് സ്വത്തവകാശം എല്ലാവർക്കും കിട്ടുന്നത് പോലെ തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാവുമ്പോൾ ഉണ്ടാകുന്നത്. മുത്തലാഖിൽ എന്താണ് സാറേ നിങ്ങളുടെ വിഷയം? നിങ്ങൾ മുസ്ലിം സ്ത്രീകൾക്കൊപ്പമാണോ അതോ മുസ്ലിം പുരുഷന്റെ ഒപ്പം മാത്രമാണോ നിങ്ങൾ നിൽക്കുന്നത്? മുസ്ലിം പുരുഷന്റെ ഒപ്പം ഒന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള മുസ്ലിം പുരുഷന്റെ ഒപ്പം മാത്രമാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് അറ്റ്ലീസ്റ്റ് ടു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ നമ്മുടെ 2020 താങ്കൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 എന്ന് തന്നെയാണ് പുതിയ 2024 അമെൻമെന്റ് ബില്ലിനകത്ത് കിടക്കുന്നത്. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അറിയില്ലേ എന്താണെന്ന്? ഏറ്റവും കുറഞ്ഞത് 2 എന്നാണ്. അതായത് 2-ന് മുകളിലേക്ക് ഉണ്ടാകാം എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ. അറ്റ്ലീസ്റ്റ് 2 വുമൺ മെമ്പേഴ്സ് എങ്കിലും അതിനകത്ത് ഉണ്ടാകണമെന്നാണ് 2024 അമെൻമെന്റ് ബില്ലിൽ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഡോക്യുമെന്റിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റിൽ എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്. മുനമ്പം ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് അങ്ങേക്ക് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മുനമ്പം ഇതിനകത്ത് ബാധകമാവില്ല, മുൻകാല പ്രാബല്യം എന്നൊക്കെ പറയുന്നുണ്ട്. സാറേ, ആ അമെൻമെന്റ് ബില്ലെടുത്ത് വായിച്ചു തുടങ്ങുമ്പോൾ സെക്ഷൻ 1 കഴിഞ്ഞിട്ട് സെക്ഷൻ 2 വരുന്നുണ്ട്. സെക്ഷൻ 2-നകത്ത് കൃത്യമായിട്ട് അമെൻമെന്റിനകത്ത് എങ്ങനെയാണ് അത് മുനമ്പത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരിഹാരമാകുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്.
പിന്നെ അങ്ങ് പറഞ്ഞു കിരൺ റിജിജുജി പറഞ്ഞില്ല, അമിത്ഷാജി മുനമ്പത്തിനെ കുറിച്ച് പറഞ്ഞില്ല, അത് മുനമ്പത്തിന് ബാധകമാവുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലെ കിരൺ റിജിജുജി പാർലമെന്റിനകത്ത് പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞ ഒരു വിഷയമാണ് മുനമ്പത്തെ വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ വിഷയത്തിന് കൂടി പരിഹാരം കണ്ടെത്തുന്നു എന്ന് ബില്ല് കൊണ്ടുവന്നവർക്കും ബില്ല് ഇന്നലെ ലോക്സഭയിൽ പാസ്സാക്കിയവർക്കും ബില്ല് കുറച്ച് നേരങ്ങൾക്കകത്ത് രാജ്യസഭയിൽ പാസ്സാക്കാൻ പോകുന്നവർക്കും നല്ല ധാരണയുണ്ട്. ഈ കൊണ്ടുവരുന്ന ബില്ല് മുനമ്പത്തിനുൾപ്പെടെ വളരെ കൃത്യമായിട്ട് ഫലവത്താകുമെന്നും നിങ്ങളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വേട്ടക്കാരുണ്ടല്ലോ, നിങ്ങളിപ്പോ ആ ഏത് വേട്ടക്കാർക്കൊപ്പമാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ വേട്ടക്കാരെ അവിടെ നിന്ന് തുരുത്തിയെടുത്ത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെ അറബിക്കടലിൽ കൊണ്ട് തള്ളുമെന്നും ആ 600 കുടുംബങ്ങൾക്കും, അവരേത് മതത്തിൽ പെടുന്നവരെന്നുള്ളതല്ല, ആ 600 കുടുംബങ്ങൾക്കും നീതി ലഭ്യമാകും എന്നുമുള്ള കാര്യം നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. 1, 2, 3 മണിക്കൂറുകൾ കൂടി മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടുന്നതായിട്ടുള്ള സാഹചര്യമുള്ളൂ. വലിയ ശുഭപ്രതീക്ഷയിലേക്ക് തന്നെയാണ് പോകുന്നത്. 2013-ലും 95-ലുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളോട് നടത്തിയിരിക്കുന്ന ഒരു കൊടും ചതി, അതായത് ആരുടെ ഭൂമിയും ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ബോർഡിന് ഇത് ഞങ്ങളുടെ മതത്തിന് വാക്കാൽ തന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അവരുടെ ബോർഡിന്റെ പേരിലേക്ക് എഴുതി ചേർക്കുവാൻ കഴിയുന്നിട്ടുള്ള കിരൺ റിജിജു പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രാക്കോണിയൻ നിയമം, ആ നിയമം അറബിക്കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന്റെ നിലവിളികളും കരച്ചിലും ഒക്കെ ഉയരുന്നത് ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾ സാധാരണ NDA എന്നോ ദേശീയ ജനാധിപത്യ സഖ്യം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് പറയുവാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ INDIയുടെ മലയാളം ട്രാൻസ്ലേഷൻ എടുത്തിട്ട് ആ ഒരു സഖ്യം എന്ന് പറയുക, അല്ലാന്നുണ്ടെങ്കിൽ INDIA എന്ന് പറയാം. ഞങ്ങൾ NDA എന്നാണ് പറയുന്നത്, അല്ലാണ്ട് എന്താണ് അതിനെ നമ്മൾ ഇൻഡ എന്നൊന്നും അല്ല വായിച്ചുകൊണ്ട് കിടക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ INDIA എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നുകിൽ അതിന് INDIA എന്ന് പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. IA എന്ന് പറയാൻ യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട. നിങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ മുന്നണിയുടെ പേര് കേൾക്കുമ്പോൾ നാട്ടുകാർ തന്നെ IA എന്ന് പറഞ്ഞോളും. അപ്പൊ ഒന്നെങ്കിൽ INDIA എന്ന് പറയുക, അല്ലാണ്ട് മറ്റേ വീട്ടിലെ പട്ടിക്ക് ടൈഗർ എന്ന് പേരിട്ടിട്ട് ഞാൻ കടുവയെ വളർത്തുന്നു എന്ന് പറയുന്നത് പോലെ ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ ഇന്ത്യ എന്ന് പേരിട്ടു, അതുകൊണ്ട് ഇനിയിപ്പോ ഇന്ത്യ അഗേൻസ്റ്റ് മറ്റത് ഇതൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. തെങ്ങുംപള്ളി ഇങ്ങോട്ട് എടുത്തോണ്ട് വരണ്ട. നീ പിന്നെ ഈ പോയാൽ നിങ്ങളുടെ സർക്കാർ താഴെ പോകും. ഈ ആപ്കി ബാർ ചാക്സോ പാർ എവിടെ പോയി? അതാണോ നിങ്ങളുടെ കടുവ? ആപ്കി ബാർ ചാക്സോ പാർ പറഞ്ഞ കടുവ ഇപ്പൊ പൂച്ചയായി പോ. നിതീഷ് കുമാറിന്റെ അടുക്കളപ്പുറത്ത് പോയി സാങ്ഷൻ മേടിക്കണം. ശരി, അതെ 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 തെങ്ങുംപള്ളി ഞങ്ങളുടെ അബ്കി ബാർ ചാസോ പാർ ഇപ്പൊ എന്താണ് പൂച്ചയായി പോയി. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ 35 വർഷത്തിനിടയില് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സർക്കാർ സ്വപ്നം പോലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? 240 എന്ന് പറയുന്ന സീറ്റ് ഞങ്ങള് പൂച്ചയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്താണ് എലിയെങ്കിലും വിളിക്കാൻ കഴിയോ? നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നമ്മുടെ ഈ ബാത്റൂമിലും അവിടെ ഇവിടെ ഓടിക്കൊണ്ട് നടക്കൂലേ, വെറും പാറ്റ കൂറ എന്ന് നമ്മുടെ മലപ്പുറം ഭാഗത്ത് പറയും, മലബാർ ഭാഗത്ത് കൂറാന്ന് പറയും. കൂറയാണ് നിങ്ങളുടെ പാർട്ടി എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ 35 വർഷത്തിനിടയില് ഒരു തവണ പോലും ഞങ്ങൾ ഇപ്പോ നിൽക്കുന്ന 240 എന്ന് പറയുന്ന ഒരു സീറ്റിലേക്ക് എത്തി നോക്കാൻ പോലും ശേഷിയുള്ള ഒരു കൂറ മുന്നണിയാണ് നിങ്ങളുടേത്. അപ്പൊ ആ മുന്നണിയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ട യാതൊരു കാര്യവും ഇല്ല. സാധ്യമാ പോയിട്ട് സ്വന്തം നിലയ്ക്ക് ഒരു 3 സീറ്റെങ്കിലും ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോന്ന് നോക്കൂ. താങ്കള് കഷ്ടപ്പെട്ട് കരഞ്ഞു മുറുകയാണ് ഇത്തവണയെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾക്ക് കിട്ടിയത്. ആ പ്രതിപക്ഷ നേതാവ് ഒരു നിർഗുണ പരബ്രഹ്മമാക്കിയിട്ട് നാട്ടിലുള്ള മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യം വളരെ ശക്തമായിട്ടുള്ള ഒരു വഖഫ് ബില്ലിനെ പോലെ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് പാർലമെന്റിനകത്ത് ഇരുന്ന് ഉറങ്ങി ആ പരിസരത്ത് എങ്ങ് സംസാരിക്കാൻ പോലും കാണാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ എടുത്ത് മുമ്പിലോട്ട് വെച്ചിരിക്കുന്നത് 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ സോ കോൾഡ് കൂറ മുന്നണിയെ 7 വയലത്ത് കാണില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പറ്റിയോ? നിതീഷ് കുമാർ കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പോയി 100 സീറ്റെങ്കിലും ജയിക്കും. മാഷേ ആദ്യം പോയി 100 സീറ്റെങ്കിലും പിന്നല്ലേ 240. ആദ്യം പോയി 100 സീറ്റെങ്കിലും ജയിക്കും മാഷേ. ചുമ്മാ ഒരു കുഴിയാന മുന്നണി എടുത്തോണ്ട് വന്നിട്ട് കൊമ്പനാനെ നോക്കി വെല്ലുവിളിക്കണം. ശരി ശരി, നമുക്ക് ചർച്ചയിലേക്ക് എത്താം. TDPയോട് പോയി ചോദിക്കുക, ഈ ബില്ല്
നിരീക്ഷകനായ ശ്രീ BN ഹസ്കർ കൂടി ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. ശ്രീ BN ഹസ്കർ, ഞങ്ങളെ പഠിപ്പിക്കുന്നോ? വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷം നിങ്ങൾ പോയ രാഹുൽ ഗാന്ധിയുടെ പഠിച്ചാൽ മതി.